ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സ്റ്റിച്ചിൽ. അപ്പോൾ ഇന്ന് നമ്മളിതാ ഈ ഒരു ഡിസൈനാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. എന്നാണ് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുപോലെ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യണേ. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മളിതാ ഈ ഒരു കളർ ത്രെഡ് 6 സ്ട്രാൻഡ്സിൽ എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഈ തണ്ടുകളൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ടൊന്ന് ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിലെ ലീവ്സൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിനായിട്ട് നമ്മളിതാ ഈ സെയിം കളർ ത്രെഡ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ടാണ് അത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഈ ലീവ്സൊക്കെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 ഫ്ലവേഴ്സും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിനായിട്ട് നമ്മളിതാ ഈ ഒരു കളർ ത്രെഡ് 6 സ്ട്രാൻഡ്സിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്തെടുക്കണമെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്കിതാ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്നായിട്ട് നീഡിലിന് ഇതുപോലെ ഒന്ന് പൊക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് നീഡിലിന് ഇതുപോലെ ഒന്ന് കുത്തിയിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ആയിട്ട് നീഡിലിനെ ഇതുപോലെ ഒന്ന് കുത്തി ഈ ഒരു ത്രെഡിനെ ഈ ഒരു നീഡിലിന് ഒന്ന് ചുറ്റി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിത് ലേസി ഡേസി സ്റ്റിച്ച് വെച്ചിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ശേഷം നമുക്കിതാ ഇതിൻ്റെ മുകളിലായിട്ട് നീഡിലിന് താഴേക്കൊന്ന് കുത്തിയിറക്കാം. വീണ്ടും നമ്മൾ അടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ താഴെ ഇതുപോലെ നീഡിലൊന്ന് പൊക്കിയെടുക്കാം. എന്നിട്ട് നമ്മളിതാ അവിടെ തന്നെ നീഡിലൊന്ന് കുത്തിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ആക്കിയിട്ട് നീഡിലൊന്ന് കുത്തി ഈ ഒരു ത്രെഡിനെ നമ്മൾ ഈ നീഡിലൊന്ന് ചുറ്റിയിട്ട് ഒന്ന് വലിച്ചു കൊടുക്കാം. ശേഷം നമ്മളിതാ ഇതിൻ്റെ മുകളിലായിട്ട് നീഡിലിന് താഴേക്കൊന്ന് കുത്തിയിറക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ 5 വെച്ചിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾ വരഞ്ഞെടുത്തിട്ടുള്ള ഡിസൈനിൻ്റെ സൈസിനനുസരിച്ച് നിങ്ങൾക്കിത് ചേഞ്ച് വരുത്താം കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ തന്നെ ഈ ഒരു ഫ്ലവറും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് രണ്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് ചെയ്യാനായിട്ട് നമുക്ക് ഈ റൗണ്ടിൻ്റെ ഉള്ളിൽ നമുക്ക് ചെറിയ റൗണ്ട് കൂടി ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഈ 3 ഉള്ളിൽ നമുക്ക് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം.
നമ്മളിതാ ഇതുപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെറിയ റൗണ്ടിൻ്റെ ഉള്ളിൽ ഫ്രഞ്ച് നെറ്റ് സ്റ്റിച്ച് ഒന്ന് ചെയ്തെടുക്കാം. ഇതിനായിട്ട് നമ്മളിതാ ഈ ഒരു കളർ ത്രെഡ് 6 strandsൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്തെടുക്കണമെന്ന് നോക്കാം. നമ്മളിതാ ഇതുപോലെ ഫ്രഞ്ച് നെറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ റൗണ്ടിൻ്റെ ഉള്ളിലും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വലിയ റൗണ്ടിൻ്റെ ഉള്ളിലും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിനായിട്ട് നമ്മളിതാ ഈ ഒരു കളർ ത്രെഡ് 6 strandsൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണമെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഐലറ്റ് ഹോൾ സ്റ്റിച്ച് വെച്ചിട്ട് ഇതൊന്ന് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഐലറ്റ് ഹോൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്നില്ലവർ പോയി കണ്ടു നോക്കിട്ടോ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ഭാഗത്തു നിന്ന് നീഡിലിനെ ഒന്ന് പൊക്കിയെടുക്കാം. ശേഷം നമ്മൾ ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഈ ഒരു ത്രെഡിൻ്റെ താഴെ കൂടി നീഡിലിനെ ഇതുപോലെ ഒന്ന് കയറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരു ത്രെഡിൻ്റെ ഉള്ളിലൂടെ നീഡിലിനെ ഇതുപോലെ ഒന്ന് കയറ്റിയിട്ട് ഒന്ന് വലിച്ചു കൊടുക്കാം. ശേഷം നമ്മളത് അതിൻ്റെ തൊട്ടടുത്തുള്ള ഈ ഒരു ത്രെഡിൻ്റെ താഴെ കൂടി നീഡിലിനെ ഇതുപോലെ ഒന്ന് കയറ്റി ത്രെഡിലെ നീഡിലൊന്ന് ചുറ്റിയിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കാം. വീണ്ടും നമ്മൾ ഇതിൻ്റെ തൊട്ടടുത്ത ഈ ഒരു ത്രെഡിൻ്റെ താഴെ കൂടി നീഡിലിനെ ഇതുപോലെ ഒന്ന് കയറ്റിയിട്ട് ഒന്ന് വലിച്ചു കൊടുക്കാം. ഇതുപോലെ ഓരോ ത്രെഡിൻ്റെ താഴെ കൂടി നീഡിലിനെ കയറ്റി ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് ചെയ്തെടുക്കാം. ഇതിൻ്റെ അവസാനത്തെ ആ ത്രെഡിൻ്റെ ഉള്ളിലൂടെയും നമ്മളിതുപോലെ കയറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മളിതിൽ ഓരോ ത്രെഡിൻ്റെ ഉള്ളിലൂടെയും കയറ്റിയത് ഉൾഭാഗത്തു നിന്നാണ്. നമ്മൾ ലാസ്റ്റത്തത് പുറം ഭാഗത്തു നിന്നാണ് കേട്ടോ കയറ്റി കൊടുക്കേണ്ടത്. ശേഷം നമുക്ക് ഇതിൻ്റെ ഉൾഭാഗത്തേക്കോ അല്ലെങ്കിൽ പുറം ഭാഗത്തേക്കോ ആക്കിയിട്ട് നീഡിലിന് താഴേക്കൊന്ന് കുത്തിയിറക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഈ രണ്ടെണ്ണം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതാ ഇത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ ഇതുപോലെ ഉണ്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്